السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 അവസാനത്തോടടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ മുഴുവൻ പവിത്രതകളും മഹത്വങ്ങളും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസം ചൊല്ലേണ്ട മുഴുവൻ ദിക്റുകളും അതുപോലെ കടങ്ങൾ വീടാനുള്ള ദിക്റും സൂറത്തുൽ ഫജ്റും ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് കഴിഞ്ഞ മജ്ലിസിലൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരി അവരുടെ മകന് ക്യാൻസർ ബാധിച്ച് വളരെ വിഷമത്തിലാണ്. ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകന്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും കുടുംബത്തോട് സന്തോഷം പങ്കിടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെയും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കുടുംബത്തെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ വേറെയും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസാക്കി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇലാ ഹളറത്തി സയ്യിദിനാ വ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ആയത്ത് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസത്തിൽ പ്രത്യേകം 10 തവണ ചൊല്ലേണ്ട മഹത്തായ ദിക്ർ ചൊല്ലുകയാണ്. എല്ലാവരും തെറ്റില്ലാതെ ഒരുമിച്ച് ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു തആല നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا
إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ തെറ്റുകളും നീ മാപ്പാക്കി തരണേ അല്ലാ, പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ മരണം വരെ തെറ്റുകൾ ചെയ്യാത്ത നല്ല ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലുന്നത് 5 ദിക്റുകൾ. ഈ ദുൽഹിജ്ജയുടെ ആദിപത്തിൽ ചൊല്ലേണ്ട 5 ദിക്റുകളാണ്. എല്ലാ ദിവസവും ചൊല്ലേണ്ട ദിക്ർ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له إلها واحدا أحدا صمدا لم يتخذ صاحبة ولا ولدا. أشهد أن لا إله إلا الله وحده لا شريك له
أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. ഇനി നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഫജ്ർ ആണ്. 10 വരെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം മുതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് തെറ്റില്ലാതെ ഓതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അല്ലാഹു തആല നാം ഓതിയ സൂറത്തുൽ ഫജ്റിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഈദുൽ ഹജ്ജ് മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് കടം വീടാനുള്ള ദിക്റാണ്. ദുൽഹജ്ജിന്റെ ആദ്യ 10 പ്രത്യേകമായി ദിക്ർ ചൊല്ലിയാൽ കടങ്ങൾ വീടിപ്പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇൻഷാ അല്ലാഹ് കടമുള്ളവരും ഇല്ലാത്തവരൊക്കെ ചൊല്ല. ഉള്ളവർക്ക് അത് വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല അവർക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാ കടങ്ങളും വീട്ടി സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടമില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ മരണം വരെ കടമില്ലാതെ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാവരും ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم عوائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم عوائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم
اللهم عوائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. എത്ര വലിയ കടമാണെങ്കിലും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിലൊക്കെ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ ചൊല്ലിയ ദുൽഹിജ്ജയിലെ മഹത്തായ ദിക്റുകൾ, സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ഫാത്തിഹ, അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ ഒക്കെ മിസ്ലായ സവാബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന നല്ല മജ്ലിസാക്കി അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ഉമ്മ, അവരുടെ മകന് ക്യാൻസറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാൻസറായി ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി എന്ന് പറഞ്ഞു. സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്, വളരെ പ്രയാസത്തിലാണ്. ദുആ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മയുടെ വിഷമം നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ആ മകന് പൂർണ്ണമായ ആഫിയത്ത്, ശിഫ നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ മഹത്തായ ദിക്റുകളുടെയും ഖുർആനിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ മകന്റെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് അജിലായ ശിഫ നൽകണേ അല്ലാഹ്, കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വേറെയും ഒരുപാട് ആളുകൾ അസുഖങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസത്തെ മജ്ലിസിൽ കമന്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അല്ലാതെ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. നല്ല സന്തോഷമുള്ള ജോലി നൽകണേ അല്ലാഹ്. ജോലിയുള്ള തടസ്സങ്ങളൊക്കെ നീ ഒഴിവാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാലറി കുറവാണൊന്നും തികയുന്നില്ല എന്ന് പറഞ്ഞ്, കടങ്ങൾ വീട്ടാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, നല്ല വീട് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വീട് പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങി തറകെട്ടി വർഷങ്ങളായവരുണ്ട്. അല്ലാഹുവേ, വീടിന് സ്ഥലം വാങ്ങിയവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹം ഉറപ്പിച്ചിട്ട് മുടങ്ങിപ്പോയി പ്രയാസം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹീങ്ങളായി ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ബുദ്ധിമുട്ടുകൾ, ശർറുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നൽകണേ അല്ലാഹ്. ഇണകൾക്കിടയിൽ പൊരുത്തം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറഞ്ഞ് പല ഉമ്മമാരും മക്കളുടെ വിഷയത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഐക്യവും സ്നേഹവും സന്തോഷവും പരസ്പര ബഹുമാനവും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള നല്ല മരണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കൾ സ്വാലിഹീങ്ങളാകാൻ
പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ്, നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ, മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വർഷങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടവരാണ് റഹ്മാനെ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. ഈ ദുആ, ഈ മജ്ലിസിന്റെ സവാബിന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പോയവർക്ക് നീ അവരിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, മുത്തഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സംഭാവനകൾ ഓരോ ദിവസവും അയക്കുന്നവരുണ്ട്. അല്ലാഹു തആല ചെറുതും വലുതുമായി അയക്കുന്ന എല്ലാ ആളുകൾക്കും, എത്രയാണ് ഉള്ളത് വെച്ച് അയക്കുന്നവരെ കൊണ്ട് അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു തആല അവരുടെ മുഴുവൻ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അവർ നൽകുന്നതൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല അതിൻ്റെ മിസ്ലു സവാബിന് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഖൈറദ് ദുനിയ വഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയ വശർറൽ ആഖിറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.